ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന എക്സിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. നമസ്കാരം. ഹാപ്പനിങ് അവേഴ്സ് തുടങ്ങുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഒളിമ്പിക് മെഡൽ അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നും ഫോഗട്ട് ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ്. വിനേഷ് ഫോഗട്ട് തോറ്റതല്ല തോൽപ്പിച്ചതാണെന്ന് ഭജ്രംഗ് പുനിയ. പരാജയപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യക്ക് എന്നും അഭിമാനമെന്നും പുനിയ. ഫോഗട്ടിന് പിന്തുണയുമായി മമ്മൂട്ടിയും മോഹൻലാലും. പാരീസ് ഒളിമ്പിക്സ് അയോഗ്യതയിൽ കായിക കോടതിയെ സമീപിച്ച വിനേഷ് ഫോഗട്ട് വെള്ളി മെഡൽ പങ്കുവയ്ക്കണമെന്ന ആവശ്യം. അപ്പീലിൽ കോടതി വിധി ഇന്ന്. വയനാട് ദുരന്തത്തിലെ തിരച്ചിൽ ഇന്ന് 10ാം ദിവസത്തിലേക്ക്. ഇതുവരെ കണ്ടെത്തിയത് 403 മൃതദേഹങ്ങൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 9 അംഗ സംഘം ഇന്ന് വയനാട്ടിൽ. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ നോട്ടീസ് നൽകി KC വേണുഗോപാലും ഹൈബി ഈഡനും. വഖഫിനെ നിലപാട് തീരുമാനിക്കാൻ കോൺഗ്രസ് എംപിമാരുടെ യോഗം അല്പസമയത്തിനകം. നിലവിലെ വഖഫ് നിയമത്തിൽ 40-ലധികം സുപ്രധാന മാറ്റങ്ങൾ. കൊല്ലത്ത് വാഹനാപകടത്തിൽ മരിച്ച വയോധികന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട പാപ്പച്ചന്റെ സ്ഥിര നിക്ഷേപം തട്ടിയെടുക്കാനുള്ള ശ്രമം കൊലപാതകത്തിൽ കലാശിച്ചു. പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയടക്കം 5 പേരുടെ അറസ്റ്റ് ഇന്ന്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വീണ്ടും സ്വർണ്ണക്കടത്ത്. ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ ഒത്താശയോടെ 18 തവണ സ്വർണം കടത്തിയെന്ന് DRI. 5 ജീവനക്കാരെ ചോദ്യം ചെയ്യും. രാഷ്ട്രീയ അരക്ഷിതത്വം നിലനിൽക്കുന്ന ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നൊബേൽ സമ്മാന ജേതാവ് യൂനിസിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരണം. ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറച്ചുനാൾ ഡൽഹിയിൽ തുടരുമെന്ന് മകൻ സജീബ് വാസിഫ് ജോയ്. പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ ഇന്ന് വിധി. ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും. CPIM സ്വതന്ത്രൻ KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയും കോടതി പരിഗണനയിൽ. യാക്കോബായ സഭ മുൻ നിരണം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഓൺലൈൻ തട്ടിപ്പിനിരയായതായി പരാതി. ഓൺലൈൻ സംഘം തട്ടിയെടുത്തത് 15 ലക്ഷത്തിലധികം രൂപ. കേസെടുത്ത് പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് 15 പേർക്ക്. രോഗം വർദ്ധിക്കുന്ന സാഹചര്യം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ്. വിഷയം ഗവേഷണം നടത്താൻ ICMR-ന് കത്തയച്ച് ആരോഗ്യവകുപ്പ്. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ലക്ഷ്യമിട്ട് ഇന്ത്യ. ജാവലിൻ ത്രോ ഫൈനലിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. മത്സരം രാത്രി 11:55-ന്. നീരജ് ഫൈനലിൽ എത്തിയത് യോഗ്യതാ റൗണ്ടിലെ മികച്ച പ്രകടനവുമായി. ഹോക്കിയിൽ PR ശ്രീജേഷിന് ഇന്ന് അവസാന മത്സരം. വെങ്കല മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ സ്പെയിൻ. മത്സരം വൈകിട്ട് 5:30-ന്. ശ്രീജേഷ് വിരമിക്കുക. ഇന്ത്യയ്ക്കായി 336 മത്സരങ്ങളിൽ കളിച്ച ശേഷം വിരമിക്കുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ. ഒളിമ്പിക്സ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിന് മെഡലില്ല. 49 കിലോഗ്രാം വിഭാഗത്തിൽ ഉയർത്തിയത് 199 കിലോഗ്രാം. മെഡൽ നഷ്ടമായത് 1 കിലോഗ്രാമിന്. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അവിനാഷ് സാബ്ലയ്ക്കും മെഡലില്ല.
ഒളിമ്പിക്സ് ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളെ ഇന്നറിയാം. ഫൈനലിലെ ക്ലാസിക് പോരിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം രാത്രി 9:30. വെങ്കല മെഡൽ പോരാട്ടത്തിൽ മൊറോക്കോ ഈജിപ്തിനെ നേരിടും. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ശ്രീലങ്ക. മൂന്നാം ഏകദിനത്തിൽ 249 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 138-ന് പുറത്തായി. ദുനിത് വെല്ലാലഗയ്ക്ക് 5 വിക്കറ്റ്. ഇന്ത്യ ശ്രീലങ്കയോട് ഏകദിന പരമ്പര തോൽക്കുന്നത് 27 വർഷങ്ങൾക്കു ശേഷം.